4 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് CPM സംരക്ഷണം ഒരുക്കുന്നതായ ആരോപണം. എറണാകുളം പറവൂർ തേലത്തുരുത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യനെതിരെ ചങ്ങമനാട് പോലീസ് കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുകയാണ്. പ്രതിക്ക് പാർട്ടി ഒളിസങ്കേതമൊരുക്കി സംരക്ഷിക്കുന്നതായാണ് പരാതി. രേഷ്മ ബാബു ഉണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, ഈ CPM എന്ന് പറയുന്നത് പീഡിപ്പിച്ചാലും കുട്ടികളെ അടക്കം പീഡിപ്പിച്ചാലും മറ്റുള്ള ആളുകളെ പീഡിപ്പിച്ചാലും അതൊക്കെ തന്നെ ഒളിച്ചു വയ്ക്കുകയും പിന്നീട് അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ കൂത്താട്ടുകുളത്ത് കണ്ടതാണ്. കൗൺസിലറെ തട്ടിക്കൊണ്ടുപോവുക, കസ്റ്റഡിയിൽ വയ്ക്കുക എന്നുള്ള രീതിയിൽ പോലീസ് കാണിക്കുന്നതിനേക്കാളും അതിക്രൂരമായ പീഡനം നടത്തുക. കൗൺസിലർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലത പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും താനൊരു സ്ത്രീയാണ് എന്നുള്ളൊരു കാര്യം പോലും നോക്കാതെ പീഡിപ്പിച്ചുവെന്ന്. അങ്ങനെ തന്നെയാണ് CPM പ്രവർത്തകർ നടത്തുന്നതും. ഈ ഒരു സംഭവത്തിലും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവമാണ്. അതിൽ പോലും പ്രതിക്ക് സംരക്ഷണം ഒരുക്കുകയാണ് CPM. രജനി പറഞ്ഞതുപോലെ തന്നെ CPM എല്ലാവിധ സംരക്ഷണവും സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് ഒരുക്കി കഴിഞ്ഞു. നിയമസഹായം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തു എന്നാണ് ഈ പെൺകുട്ടിയുടെ, അതായത് ഇരയായ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചെങ്ങമനാട് പോലീസ് തേലത്തുരുത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ ചിന്ത തിയേറ്റേഴ്സ് ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തത്. അതും തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരുന്നു ഈ കേസെടുപ്പ് നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പോലീസ് മുന്നോട്ട് പോയത്. പക്ഷെ പോലീസ് എല്ലാവിധത്തിലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് രക്ഷകർത്താക്കളുടെ ആരോപണം. അതായത് ഒളിവിൽ പോകാൻ അടക്കം സാവകാശം നൽകി എന്നതാണ് ആക്ഷേപം. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് ഒടുവിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ തന്നെ നിയമസഹായം CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കും പ്രതി കടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈ കേസിന്റെ, ഈ ഒരു പോക്സോ കേസിന്റെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മകന്റെ സുഹൃത്തിന്റെ 4 വയസ്സുകാരിയായ മകളെയാണ് സുബ്രഹ്മണ്യൻ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായിട്ട് വൈദ്യ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ കുഞ്ഞ് ഈ രക്ഷകർത്താക്കളോട് വിവരം പറഞ്ഞതോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അടക്കം അറിയിച്ചുകൊണ്ടായിരുന്നു മറ്റൊരു നീക്കം. എന്തായാലും കുട്ടി രക്ഷകർത്താക്കളോട് ഈ സംഭവം പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റ് പരാതികളടക്കം പോലീസുമായി ബന്ധപ്പെട്ടവർ നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. പക്ഷേ പ്രതിയെ ഇതുവരെ പിടികൂടാനും സാധിച്ചിട്ടില്ല. ഒളിവിൽ പോയിരിക്കുകയാണ് സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് CPMന്റെ പ്രാദേശിക നേതൃത്വം അടക്കം സംരക്ഷണം ഒരുക്കുന്നുണ്ട്. അതായത് ഒളിവിൽ പോകാനായിട്ടടക്കം സഹായം ചെയ്തത് CPMന്റെ പ്രാദേശിക നേതൃത്വമാണ്. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവിധ നിയമസഹായവും CPMന്റെ ഭാഗത്തു നിന്നും ഈ പോക്സോ കേസ് പ്രതിക്ക് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ സുബ്രഹ്മണ്യൻ ഒളിവിലാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമൊന്നും ഈ ഘട്ടത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇത് തന്നെയാണ് രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്ന മറ്റൊരു ആക്ഷേപം. എന്തായാലും പോക്സോ കേസ് പ്രതിയും ഈ പറയുന്ന പോലീസും അതോടൊപ്പം തന്നെ CPMും എല്ലാവിധ സഹായവും ഒരുക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങുമെന്ന് പോലീസിന്റേതായിട്ടുള്ള ഭാഗത്ത് നമ്മൾ അന്വേഷണ സമയത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒളിവിൽ ആണ് നിലവിൽ സുബ്രഹ്മണ്യൻ ഉള്ളത്. എന്തായാലും മുൻകൂർ ജാമ്യ നീക്കത്തിലേക്ക് അടക്കം പ്രതി കടക്കുന്നുണ്ടെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. പ്രാദേശിക നേതാവിനെ, പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രാദേശിക നേതാവിനെ സംരക്ഷിക്കുന്ന സമീപനം തന്നെയാണ് CPM കൈക്കൊള്ളുന്നത്.